ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ഗുരു പരമ്പരകളുടെ അനുഗ്രഹത്തോടെ വായന ആരംഭിക്കുകയാണ്. ആദ്യമായി പ്രസാധകക്കുറിപ്പ്. ഓം നമോ നാരായണായ. ബ്രഹ്മദേവൻ ശ്രീനാരായണന് ഉപദേശിച്ച 4 ശ്ലോകങ്ങൾ മാത്രമായ ചതുശ്ലോകിയാണ് ഭാഗവതത്തിൻ്റെ മൂലം. അതിലാകട്ടെ ആത്മാവിൻ്റെയും അനാത്മാവിൻ്റെയും അല്ലെങ്കിൽ ദ്രഷ്ടാവിൻ്റെയും ദൃശ്യത്തിൻ്റെയും അതുമല്ലെങ്കിൽ ആത്മാവിൻ്റെയും മായയുടെയും ലക്ഷണങ്ങൾ മാത്രമാണ് പറയപ്പെടുന്നത്. അതിനാൽ ആത്മാനാത്മാക്കളെ തിരിച്ചറിഞ്ഞ് അനാത്മാവിനെ തള്ളി ആത്മാവിൽ ഉണർന്ന് കൃതാർത്ഥരാവാനാണ് ഭാഗവതം ഉപദേശിക്കുന്നതെന്ന് ബോധിക്കാൻ കഴിയും. ആ സ്ഥിതിക്ക് ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങളെയും അവയുടെ ഫലമായ കൈവല്യ പ്രാപ്തിയെയുമാണ് ഭാഗവതം അനുവാചകർക്കും ശ്രോതാക്കൾക്കും തന്ന് അനുഗ്രഹിക്കുന്നതെന്നും വിശ്വസിക്കാൻ കഴിയും. കൂടാതെ ആത്മജ്ഞാനമാണ് ഭാഗവതത്തിലെ മുഖ്യ പ്രതിപാദ്യ വിഷയമെന്നും ജീവൻ്റെ കൈവല്യ പ്രാപ്തിയാണ് അതിൻ്റെ പരമഫലമെന്നും ഭാഗവതം തന്നെ പ്രതിജ്ഞ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഭാഗവത പുരാണം 1, 2 സ്കന്ധങ്ങളിൽ വക്താവിൻ്റെയും ശ്രോതാവിൻ്റെയും ലക്ഷണങ്ങളെയും ശ്രവണവിധിയെയും പ്രകാശിപ്പിക്കുന്നു. 3 മുതൽ 12 കൂടിയ 10 സ്കന്ധങ്ങളിൽ ക്രമേണ സൃഷ്ടി, ഉപസൃഷ്ടി, സ്ഥാനം, വളർച്ച, കർമ്മവാസനകളുടെ ശക്തി, കാലം, രാജവംശ ചരിത്രം, ജീവന് ഈശ്വരനെ കാണാനുള്ള തടസ്സവും അതിൻ്റെ നിവാരണ മാർഗവും, ബന്ധനിവൃത്തി സ്വരൂപമായ ആത്മജ്ഞാനം, ജീവബ്രഹ്മമാകുന്ന മോക്ഷാനുഭൂതി എന്നീ 10 വിഷയങ്ങളായും പ്രകാശിപ്പിക്കുന്നു. പല സ്വരൂപങ്ങളിലുള്ള കഥകളിൽ കൂടിയും കൽപ്പിത പാത്രങ്ങളിൽ കൂടിയുമാണ് പ്രസ്തുത തത്വങ്ങളെ പ്രകാശിപ്പിക്കുന്നത്. കഥകളെയും കഥാപാത്രങ്ങളെയും കഥയുടെ സാഹചര്യങ്ങളെയും തട്ടിയുടച്ച് ഉള്ളിലേക്ക് നോക്കുന്ന സൂക്ഷ്മ ദൃഷ്ടിയുള്ള ഒരാൾക്ക് സഗുണഭക്തിയാണ് ഭാഗവതത്തിൻ്റെ ശരീരമെന്നും നിർഗുണവും അദ്വൈതവുമായ ആത്മജ്ഞാനമാണ് ജീവനെന്നും ജീവൻ മുക്തിയാണ് ഭാഗവത ആസ്വാദനത്തിൻ്റെ ഫലമെന്ന് ബോധ്യമാവുകയും അനുഭവപ്പെടുകയും ചെയ്യും. ഭക്തിയെ മാത്രം കാണുന്നവർ ഭാഗവതത്തിൻ്റെ ശരീരം മാത്രമേ കണ്ടിട്ടുള്ളൂ, ജീവനെ കണ്ടിട്ടില്ല. ജീവനെ കൂടി കാണുന്നവർ ജീവൻ മുക്തന്മാരും ചരിതാർത്ഥന്മാരുമാവുകയും ചെയ്യും. സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ ശ്രീഹരിയുടെ ഗീതാമൃത പ്രവാഹമാണ് ഭാഗവതത്തിൻ്റെ ആദ്യാവസാനം. ഈ പ്രവാഹമാകട്ടെ അന്തർമുഖവും അന്തർലീനവുമാണ്. അതിൻ്റെ രഹസ്യം ഭാഗവത ഭക്തന്മാർക്ക് സംപൂജ്യ സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ ഭാഗവത രഹസ്യത്തിലൂടെ പരസ്യമാക്കിയിട്ടുണ്ട്. ഭാഗവത രഹസ്യത്തിൻ്റെ 8 പതിപ്പുകൾ കന്യാകുമാരി ആനന്ദ കുടീരത്തിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. 9ാമത്തെ പതിപ്പാണ് ഇത്. ഭക്തന്മാർക്ക് ഈ ഗ്രന്ഥത്തോടുള്ള ആഭിമുഖ്യമാണ് കൂടെയുള്ള ഇതിൻ്റെ പ്രസിദ്ധീകരണം സൂചിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പുനഃപ്രസിദ്ധീകരണത്തിന് സഹകരിച്ച ശിവാനന്ദ ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് പ്രസ്സുകാരോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വായനക്കാരിൽ ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങൾ വളർന്ന് ജന്മസാഫല്യം നേടാൻ ഈ ഗ്രന്ഥം പ്രയോജനപ്പെടട്ടെ. അതിന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഏകോപി കൃഷ്ണസ്യ കൃത പ്രണാമോ ദശാശ്വമേധ അവബദ്ധേന തുല്യഃ ദശാശ്വമേധി പുനരേതി ജന്മ കൃഷ്ണ പ്രണാമി ന പുനർഭവായേ. പ്രസാധകർ. ഇനി നമുക്ക് ഗ്രന്ഥത്തിലേക്ക് കടക്കാം. പുരാണം. വൃത്തിരഹിതവും സമഷ്ടിയുമായ അന്ധക്കരണം തന്നെ ബ്രഹ്മാവ്. വൃത്തിരഹിതമാണെങ്കിലും ഗുണസ്വരൂപമാണ്. അതിനാൽ നിർഗുണ പരബ്രഹ്മമായ ആദി നാരായണനിൽ നിന്ന് വേർതിരികയും ചൈതന്യത്തിന് ഉപാധിയായി തീരുകയും ചെയ്യുന്നു.
പ്രസ്തുത പ്രഥമോപാധിയിൽ സ്ഫുരിച്ച ചൈതന്യം നാദകാരകമാണ്. അതിനെയാണ് നാദബ്രഹ്മമെന്ന് പറയുന്നത്. ഗുണങ്ങളുടെ ചേർച്ചയാൽ അഥവാ വികാസത്താൽ അതിന് 3 ആകൃതി ഉണ്ടാകുന്നു. ആ, ഉ, മാ എന്ന ആ 3 ആകൃതികൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൂടി ചേർന്നതാണ് പ്രണവം അല്ലെങ്കിൽ അക്ഷരബ്രഹ്മം. ആ തുടങ്ങിയ ലിപികൾക്ക് അക്ഷരമെന്ന സംജ്ഞ നാശരഹിതം എന്ന അർത്ഥത്തിലല്ല, ആ മുതൽ ക്ഷ വരെയുള്ള ശബ്ദവിശേഷങ്ങൾ എന്നർത്ഥത്തിലാണ്. അതിനാൽ അക്ഷരബ്രഹ്മം എന്ന് പറഞ്ഞാൽ നാശരഹിതമായ ബ്രഹ്മം എന്നല്ല, അക്ഷരാകാരമായ ബ്രഹ്മം എന്നർത്ഥം. ആ, ഉ, മാ എന്നീ 3 ആകൃതികൾ തന്നെ സത്വ രജസ്തമസുകളാകുന്ന ഗുണങ്ങളുടെയും തന്മൂലം സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെയും പ്രാതിനിധ്യം വഹിക്കുന്നുണ്ട്. അതിനാൽ അവ സൃഷ്ടി സ്ഥിതി സംഹാരാഭിമാനി ദേവതകളാകുന്ന ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ ബീജാക്ഷരങ്ങളെന്ന് വാച്യങ്ങളായി. ബീജമെന്നാൽ വിത്തെന്നർത്ഥമാണല്ലോ. അപ്പോൾ ബീജാക്ഷരമെന്ന് പറഞ്ഞാൽ വിത്താകുന്ന അക്ഷരത്തിൽ നിന്ന് മുളച്ച അങ്കുരമാണ് ദേവത എന്നർത്ഥം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരാദികൾക്ക് കാരണമാണ് അക്ഷരബ്രഹ്മമെന്ന് വ്യക്തമായി. അങ്ങനെയെന്നാൽ 3 സ്വരൂപമുള്ള അക്ഷരബ്രഹ്മത്തിൽ നിന്ന് ആദ്യം തന്നെ ഇച്ഛ, ക്രിയ, ജ്ഞാനം എന്നീ 3 ശക്തികൾ സ്ഫുരിച്ചു. അവ ജീവത്വത്തിന് കാരണമായി. അഭിമാനിയായ ജീവൻ കാമത്തിന് വിധേയനായി. കാമം കൊണ്ട് ബുദ്ധിയുണ്ടായി. ബുദ്ധിയിൽ ഇതേ അക്ഷരബ്രഹ്മത്തിൻ്റെ രൂപത്രയം ആവരണവും വിക്ഷേപവും ബോധവുമാകുന്ന രൂപത്തിലും അവ തന്നെ മനസ്സായും മനസ്സിൽ സത്വരജസ്തമസുകളായും അവ തന്നെ ശരീരമായും ശരീരത്തിൽ വാത പിത്ത കഫങ്ങളായും അവ തന്നെ ബാഹ്യപ്രപഞ്ചമായും പ്രപഞ്ചത്തിൽ കറുപ്പ്, ചുവപ്പ്, വെളുപ്പ് എന്നീ വർണ്ണങ്ങളായും പ്രതിഫലിച്ചു. നാമരൂപാത്മകമായ പ്രപഞ്ചത്തിൽ എല്ലാം പ്രതിഫലിക്കുന്നത് വർണ്ണം കൊണ്ടാണ്. വർണ്ണമില്ലെങ്കിൽ ഒന്നിൻ്റെയും രൂപം കാണാവുന്നതല്ല. വായുവെ കാണാൻ കഴിയാത്തത് അതിന് വർണ്ണപൂർത്തി ഇല്ലാത്തത് കൊണ്ടാണ്. ബാക്കി എല്ലാറ്റിനെയും കാണാൻ സാധിക്കുന്നതും അവയുടെ വർണ്ണപൂർത്തി കൊണ്ടാണ്. വർണ്ണങ്ങൾ ആകെ 3: വെളുപ്പ്, കറുപ്പ്, ചുവപ്പ്. അവ അന്യോന്യം കൂടി യോജിച്ചിട്ടാണ് അസംഖ്യം വർണ്ണങ്ങൾ ഉണ്ടായിത്തീർന്നത്. ഈ 3 വർണ്ണങ്ങളാകട്ടെ അക്ഷരബ്രഹ്മത്തിൻ്റെ ഏറ്റവും സ്ഥൂലിച്ച വികാസവുമാണ്. അപ്പോൾ പ്രപഞ്ചം മുഴുവൻ അക്ഷരബ്രഹ്മത്തിൻ്റെ വികാസമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് കാണാം. 3 വർണ്ണങ്ങൾ വലിച്ചെടുത്താൽ സ്ഥൂല പ്രപഞ്ചമെന്ന ഒന്നില്ലാതാകും. അങ്ങനെ തന്നെ വാദപിത്ത കഫങ്ങളെ ഒഴിച്ചാൽ പിന്നെ ശരീരമെന്ന് ഒന്ന് തീരെ ഇല്ലാതാവും. മനസ്സ് സത്വരജസ്തമസുകളുടെ കേന്ദ്രീഭാവമാണ്. അവ അക്ഷരബ്രഹ്മ വികാസമാണ്. ഗുണങ്ങളില്ലാതായാൽ മനസ്സെന്ന വസ്തുവും ഉണ്ടായിരിക്കുന്നതല്ല. വിക്ഷേപം, ആവരണം, ബോധം ഇവയില്ലെങ്കിൽ ബുദ്ധിയും ഇല്ലാത്തത് തന്നെ. വിക്ഷേപാവരണ ബോധങ്ങളും അക്ഷരബ്രഹ്മമല്ലാതെ മറ്റൊന്നല്ല. കർത്താവും ഭോക്താവുമായി അഭിമാനിക്കുന്ന ജീവത്വം ഇച്ഛാജ്ഞാന ക്രിയകളാണ്. അവയും അക്ഷരബ്രഹ്മ വികാസം മാത്രമാണ്. അപ്പോൾ കർത്താവും ഭോക്താവുമായ ജീവൻ മുതൽക്ക് സ്ഥൂല പ്രപഞ്ചമടക്കമുള്ള സംസാരം മുഴുവൻ അക്ഷരബ്രഹ്മമാകുന്ന നാദത്രയത്തിൻ്റെ അല്ലെങ്കിൽ രൂപത്രയത്തിൻ്റെ വികാസമാണെന്ന് വ്യക്തമായി. പ്രസ്തുത സംസാരം 3 സ്വരൂപത്തിൽ പ്രതിഫലിക്കുന്നു: സ്ഥൂലം, സൂക്ഷ്മം, കാരണം. ഇങ്ങനെ ഇതിൽ സ്ഥൂലഭാവം പ്രതിഫലിക്കുന്ന സമയത്തിന് ജാഗ്രത അവസ്ഥയെന്നും സൂക്ഷ്മഭാവം പ്രതിഫലിക്കുന്ന സമയത്തിന് സ്വപ്നാവസ്ഥയെന്നും കാരണഭാവം പ്രതിഫലിക്കുന്ന സമയത്തിന് സുഷുപ്ത്യാവസ്ഥയെന്നും പറയും. ചഞ്ചലമായ അക്ഷരബ്രഹ്മം തന്നെയാണ് കാലമായും തോന്നപ്പെടുന്നതെന്നതിനാൽ ഈ അവസ്ഥാത്രയത്തിൽ തന്മയീഭാവമുള്ള ജീവൻ്റെ വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ എന്ന ഭാവവ്യത്യാസവും എല്ലാം മുൻ പറയപ്പെട്ട അക്ഷരബ്രഹ്മത്തിൻ്റെ സ്വരൂപ വ്യത്യാസമല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ സംസാരമാകുന്ന മഹാവൃക്ഷത്തിൻ്റെ വിത്താണ് പ്രണവം അല്ലെങ്കിൽ അക്ഷരബ്രഹ്മമെന്ന് വ്യക്തമായല്ലോ. ഇതാണ് ബീജാക്ഷരമെന്ന കൽപ്പനയിലെ ചമൽക്കാരം.
പ്രണവാനുസന്ധാനം കൊണ്ട് അജ്ഞാന സ്വരൂപനായ സംസാരം നശിച്ച് ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടാകുമെന്ന് പറയുന്നത് യുക്തിപൂർവമാണെന്നും ഈ വെളിച്ചത്തിൽ കൂടി കാണാം. പ്രണവത്തിൻ്റെ വികാസമാണ് സംസാരത്തിൻ്റെ അസ്തിത്വമെങ്കിൽ അനുസന്ധാനത്തിൽ കൂടെയുള്ള സങ്കോചം അതിൻ്റെ ലയവുമായിരിക്കുമല്ലോ. അപ്പോൾ പ്രണവാനുസന്ധാനം കൊണ്ട് ക്രമേണ അക്ഷരത്രയം വിട്ട് നാദത്തിൽ ലയിക്കുമ്പോൾ സംസാരം മറന്ന് ജീവൻ സത്യത്തിലേക്കുയരുമെന്ന് ഊഹിക്കാം. പ്രവർത്തിക്കുന്നവർക്ക് ഊഹമല്ല, ഫലവുമുണ്ടാകും. എല്ലാ ദേവതകളെയും അവരവരുടെ ബീജാക്ഷരങ്ങളോട് ഇപ്രകാരം കൂട്ടി ഇണക്കി മനസ്സിലാക്കുന്നത് ദേവതാജ്ഞാനവുമാണ്. ആ, ഉ, മാ എന്നീ മൂന്നക്ഷരങ്ങളിൽ നിന്ന് തന്നെയാണ് സ്വരവ്യഞ്ജനങ്ങളാകുന്ന അക്ഷരങ്ങളും ഉണ്ടായത്. അവ അന്യോന്യം കൂടിച്ചേർന്നാൽ പദങ്ങളായി, പദങ്ങൾ കൂടിച്ചേർന്നാൽ വാക്യങ്ങളുമായി. അനാദിയായ നാദബ്രഹ്മം ഇങ്ങനെ പദവാക്യ സ്വരൂപങ്ങളായി ബ്രഹ്മദേവൻ്റെ 4 മുഖങ്ങളിൽ കൂടി നിർഗളിച്ചതാണ് അനാദിയായ വേദങ്ങൾ. ഹിരണ്യഗർഭനും സ്വയംഭൂവുമായ ബ്രഹ്മദേവന് 4 മുഖങ്ങളുണ്ടെന്നതിനാൽ ഒരേ നാദം 4 മുഖങ്ങളിൽ കൂടെ 4 സ്വരൂപത്തിൽ നിർഗളിക്കുന്നതിന് ഇടയായി. അവയാണ് ഋഗ്, യജുസ്, സാമം, അഥർവം എന്നീ 4 വേദങ്ങൾ. അപൗരുഷേയങ്ങളായ പ്രസ്തുത വേദങ്ങൾ മുൻപറഞ്ഞ അക്ഷരബ്രഹ്മമാകുന്ന പ്രണവത്തിൻ്റെ വികാസമാകിയാൽ അക്ഷരബ്രഹ്മാകാരമായ പ്രപഞ്ചത്തിൻ്റെ പരമജ്ഞാന സമുച്ചയവും പരമപ്രമാണവുമായി. അതിനാൽ ലോകത്തിലെ ഏത് തീർപ്പിനും പരമപ്രമാണം വേദങ്ങളാണെന്ന് വന്നു. അദ്വിതീയ നിർഗുണ ബ്രഹ്മത്തിൽ നിന്ന് അണുപോലും വേറെയല്ല പ്രപഞ്ചമെങ്കിലും വിവിധങ്ങളും വിചിത്രങ്ങളുമായ ആഗ്രഹ പരമ്പരയാൽ കെട്ടുപിണഞ്ഞ് നാനാത്വഭാവം കൊണ്ട് മുറ്റിത്തഴച്ച മനോബുദ്ധികളെ കൊണ്ട് പ്രസ്തുത വേദനിർദ്ദിഷ്ടമായ അദ്വിതീയ ജ്ഞാനം അറിയാൻ വിഷമമായി തീർന്നു. അപ്പോൾ സാധാരണ ജനങ്ങളെ അപേക്ഷിച്ച് വേദങ്ങൾ ഉപയോഗശൂന്യങ്ങളായി തീർന്നു. പ്രഭാവശാലിയായ വ്യാസമഹർഷിയാണ് ഈ അവസ്ഥയ്ക്ക് അറുതി വരുത്തിയത്. അപൗരുഷേയങ്ങളായ വേദങ്ങളെ വേർതിരിച്ച് പകർത്തിയെഴുതി. അതിനാൽ അദ്ദേഹം വേദവ്യാസനായി. മനുഷ്യ സാധാരണമല്ല ആ പ്രവൃത്തി എന്നതിനാൽ അദ്ദേഹം ഈശ്വരാവതാരമെന്ന് വിളിക്കപ്പെട്ടു. വ്യാസൻ എന്ന് പറഞ്ഞാൽ വേദാർത്ഥങ്ങളെ വിസ്തരിക്കുന്നവൻ എന്നർത്ഥം. വ്യാസന്മാർ ഒന്നല്ല, അനവധി ഉണ്ടായിട്ടുണ്ടെന്ന് പ്രസിദ്ധമാണല്ലോ. വേദാർത്ഥങ്ങളെ ലോകോപകാരാർത്ഥം വിസ്തരിക്കുന്നവരൊക്കെ വ്യാസന്മാർ തന്നെ. കൃഷ്ണദ്വൈപായനെന്ന് പ്രസിദ്ധനായ പാരശരപുത്രനാണ് വേദങ്ങളെ വേർതിരിച്ച് പകർത്തിയത്. അതിനാൽ അദ്ദേഹത്തെയാണ് വേദവ്യാസനെന്നും ഈശ്വരാവതാരമെന്നും കീർത്തിച്ചു വരുന്നത്. 4 പകർത്തി എഴുതപ്പെട്ട വേദങ്ങളിൽ ഓരോന്നിനും കർമ്മം, ഉപാസന, ജ്ഞാനം എന്നീ 3 രൂപങ്ങളാകുന്ന ഉൾപിരിവുകളുണ്ട്. കർമ്മം, ഉപാസന, ജ്ഞാനം എന്നീ 3 രൂപത്തിലാണ് വേദങ്ങൾ പ്രകാശിക്കുന്നത്. അതിനാൽ അവയിൽ ഓരോന്നിനെയും ത്രയീ എന്ന് പറയാറുണ്ട്. കർമ്മോപാസനാ ജ്ഞാനങ്ങളാകുന്ന ത്രികാണ്ഡങ്ങളോട് കൂടിയതെന്ന അർത്ഥത്തിലാണ് ത്രയീ എന്ന പേരുണ്ടായത്. കർമ്മം കൊണ്ട് അന്ധകരണശുദ്ധി വന്ന് ദേവോപാസന കൊണ്ട് ഇഹപര ലോക വൈരാഗ്യവും വിജാതീയ വൃത്തി പ്രവാഹ നിരാസവും സാധിച്ചു കഴിഞ്ഞാൽ സജാതീയ വൃത്തിയിൽ കൂടി ജീവനെ പരമകല്യാണ സ്വരൂപമായ പരാവിദ്യയിലേക്കും ക്രമേണ ജന്മസാഫല്യമാകുന്ന പരാനുഭൂതിയിലേക്കും നയിക്കുന്നു ജ്ഞാനം. അങ്ങനെ ജ്ഞാനം കൊണ്ടേ മുക്തിയുള്ളൂവെന്നും ജ്ഞാനമാണ് മുക്തിക്ക് ഏക സാധനമെന്നും സിദ്ധാന്തിക്കുകയും ചെയ്യുന്നു വേദങ്ങൾ. കർമ്മത്തെയും ഉപാസനയെയും ചെയ്യാൻ പ്രേരിപ്പിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന മന്ത്രങ്ങൾ വേദങ്ങളിലുണ്ട്. പക്ഷേ അതിനധികാരികളെ ഉദ്ദേശിച്ചാണ്. അവിദ്യയാ മൃത്യും തീർത്വാ വിദ്യയാ മൃതമശ്നുതേ എന്നേ അതിനൊക്കെ അർത്ഥമുള്ളൂ. അതായത് കർമ്മോപാസനകളെ കൊണ്ട് സംസാരവാസനയെ നശിപ്പിച്ച് തീവ്ര വൈരാഗ്യത്തെ പ്രാപിച്ച് ജ്ഞാനം കൊണ്ട് അമൃതത്വത്തെ പ്രാപിക്കണം. ഇതാണ് അന്യോന്യ വിരുദ്ധങ്ങളെന്ന് തോന്നുന്ന എല്ലാ വിധികളുടെയും ചുരുക്കം. ഈ ജ്ഞാനത്തിൻ്റെ ചുരുക്കങ്ങളാണ് ഉപനിഷത്തുക്കൾ. ഉപനിഷത്തുക്കളിലെ മന്ത്രങ്ങളിൽ പലതും സംഹിതകളിൽ അവിടവിടെ ചിന്നിച്ചിതറിക്കിടക്കുന്നത് കാണാം. അതിനാൽ വേദസംഹിതകളുടെ നിഷ്കൃഷ്ട
വിശിഷ്ട സ്വരൂപങ്ങൾ തന്നെ ഉപനിഷത്തുക്കൾ. അവ ഓരോ വേദത്തെയും അവലംബിച്ച് നിൽക്കുന്നു. ഋഗ്വേദത്തെ അവലംബിച്ച് 21, യജുസിനെ അവലംബിച്ച് 109, സാമത്തെ അവലംബിച്ച് 1000, അഥർവത്തെ അവലംബിച്ച് 50 കൂടി ആകെ 1180 പറയപ്പെട്ടു വരുന്നു. പ്രായേണ കർമ്മോപാസനാ ജ്ഞാനങ്ങളാകുന്ന കാണ്ഡത്രയമാണ് ഉപനിഷത്തുക്കളിലെയൊക്കെ പ്രതിപാദ്യ വിഷയമെങ്കിലും ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും ജ്ഞാനം കൊണ്ട് മാത്രമേ മുക്തി സാധിക്കുകയുള്ളൂ എന്ന് സിദ്ധാന്തിച്ചുകൊണ്ടും മുക്തിക്ക് കാരണമായ ജ്ഞാനം ഇന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുമാണ് പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ 1000-ലധികമുള്ള ഉപനിഷത്തുകളിൽ 10 കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവ ഈശാവാസ്യം, കേനം, കഠം, പ്രശ്നം, മുണ്ടകം, മാണ്ഡൂക്യം, തൈത്തരീയം, ഐതരേയം, ഛാന്തോഗ്യം, ബൃഹദാരണ്യകം ഇവയാണ്. ഈ 10 ഉപനിഷത്തുക്കളെയും കൂട്ടിയാണ് വേദാന്ത ശാസ്ത്രമെന്ന് പറയുന്നത്. വേദങ്ങളുടെ അവസാനത്തെ കാണ്ഡമായ ബ്രഹ്മജ്ഞാനത്തെ പ്രായോഗിക ദശയിൽ പ്രതിപാദിച്ചതെന്ന അർത്ഥത്തിലാണ് വേദാന്ത ശാസ്ത്രമെന്ന പേരുണ്ടായത്. ദശോപനിഷത്തുക്കളും ബ്രഹ്മസൂത്രങ്ങളും ഭഗവത്ഗീതയുമാകുന്ന 3 ഗ്രന്ഥങ്ങളെ കൂട്ടി പ്രസ്ഥാനത്രയമെന്ന് പറഞ്ഞു വരുന്നു. ഈ പ്രസ്ഥാനത്രയത്തെ വേദാന്ത ശാസ്ത്രമെന്ന് പറയാറുണ്ട്. എന്നാൽ ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രങ്ങളും ദശോപനിഷത്തുക്കളുടെ മറ്റൊരു സ്വരൂപം മാത്രമാകയാൽ ദശോപനിഷത്തുക്കളെ തന്നെയാണ് വേദാന്ത ശാസ്ത്രമെന്ന് പറയുന്നതെന്ന് പ്രത്യക്ഷമാണ്. അല്പജ്ഞന്മാർക്ക് ദുർബോധങ്ങളായ വേദങ്ങളെ പ്രയോജനകരമാക്കി തീർക്കുവാൻ വേണ്ടിയാണ് ശ്രീ വേദവ്യാസ മഹർഷി പകർത്തി എഴുതിയതെന്ന് പ്രസ്താവിച്ചുവല്ലോ. പക്ഷേ അത് വേണ്ടത്ര പ്രയോജനപ്പെട്ടുവെന്ന് പറഞ്ഞുകൂടാ. അതിൻ്റെ ഫലമായിട്ടാണ് പ്രസ്തുത വേദങ്ങൾ തന്നെ പല കാലദേശങ്ങളിൽ വെച്ച് പല ഋഷികളിൽ കൂടി മുൻ പറയപ്പെട്ട ഉപനിഷത്തുക്കളായി രൂപം കൊണ്ടത്. അവയും പോരാതെ വരുമെന്നോ ദീർഘദർശനം ചെയ്ത ശ്രീ വ്യാസമഹർഷി വേദാന്ത സൂത്രമെന്ന തത്വനിർണയശാസ്ത്രം കൊണ്ട് ഉപനിഷത്ത് മന്ത്രങ്ങൾക്ക് അർത്ഥസിദ്ധാന്തം ചെയ്തു. അതിനാൽ മന്ത്രാർത്ഥങ്ങളിൽ ജനങ്ങൾക്കുണ്ടാകുന്ന തെറ്റിദ്ധാരണകളെയും വാദപ്രതിവാദങ്ങളെയും നീക്കം ചെയ്തു. അതുകൊണ്ട് ജനങ്ങൾ അനുഗ്രഹീതന്മാരാണെന്ന് തോന്നി ആ മഹാത്മാവ് കൃതകൃത്യനായില്ല. അദ്ദേഹത്തിൻ്റെ അവസാനമില്ലാത്ത കരുണ വീണ്ടും കീഴ്പോട്ട് ഒഴുകുവാൻ തുടങ്ങി. അതിൻ്റെ ഫലമായി വേദോപനിഷത്തുക്കളുടെ പരമ താൽപ്പര്യങ്ങൾ ചമൽക്കാര രസികങ്ങളായ കഥാഘടനയോടുകൂടിയ പുരാണങ്ങളായി രൂപം കൊള്ളാൻ തുടങ്ങി. അങ്ങനെ ബ്രാഹ്മം, പാത്മം, വൈഷ്ണവം, ശൈവം, ലൈംഗം, ഗാരുഡം, നാരദം, ആഗ്നേയം, സ്കാന്ദം, ഭവിഷ്യം, ബ്രഹ്മവൈവർത്തം, മാർക്കേണ്ഡേയം, വാമനം, വാരാഹം, മാത്സ്യം, കൗർമ്യം, ബ്രഹ്മാണ്ഡം, ഭാഗവതം എന്നിങ്ങനെ 18 പുരാണങ്ങൾ ക്രമമായി എഴുതപ്പെട്ടു. സർഗം, പ്രതിസർഗം, വംശം, മന്വന്തരം, വംശാനുചരിതം എന്നീ 5 ലക്ഷണങ്ങളോട് കൂടിയവയാണ് പുരാണങ്ങൾ. അതായത് സൃഷ്ടി, ഉപസൃഷ്ടി, മന്വന്തരങ്ങൾ, പ്രസിദ്ധങ്ങളായ വംശങ്ങൾ, ഉപവംശങ്ങൾ എന്നീ വർണ്ണനങ്ങളിൽ കൂടി കർമ്മോപാസന കൊണ്ട് അന്തഃശുദ്ധി വരുത്തി അദ്വിതീയ ബ്രഹ്മജ്ഞാനത്തിന് അനുവാചകരെയും ശ്രോതാക്കളെയും ആധികാരികളാക്കി തീർക്കുകയും ജ്ഞാനത്തെ ഉപദേശിക്കുകയും ചെയ്യുന്നു പുരാണങ്ങൾ. ഈ കാര്യത്തിൽ 18 പുരാണങ്ങളും പ്രായേണ വിജയിച്ചിട്ടുണ്ട്. അതിൽ വെച്ച് ശ്രീമദ് ഭാഗവതം പ്രത്യേകമായും വിജയിച്ചിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് പരിശോധിക്കാം.